proper human resource development in our country. What's your name? Panchami, she belongs to Palakkad district. Palghat. Yeah. Is this your personal question or has someone taught you this? Personal. Personal. It's an excellent question. Honestly. All these questions that... All the questions raised so far have been of very high standard. I must compliment you. This is yet another very good question. Thank you, sir. But before I answer this, I want you to answer my question. Why did you ask this question? എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടി ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്നാ ചോദിക്കും? പല രാജ്യങ്ങളിലും ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം. In various states, the poverty is increasing. So that is why she has asked this question. She might have read our newspaper. I will not ask you as to how do you know that poverty level is increasing in the other states. But let me tell you that the poverty level in the country has gone down. There is a debate going on as to what is the level of poverty decline. ഇത് എവിടുന്നാണ് ഈ ചോദ്യം കിട്ടിയതെന്ന് അറിയില്ല. പക്ഷേ പോവർട്ടി യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പോവർട്ടിയുടെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ കൂടിയിട്ടില്ല. പോവർട്ടി താഴോട്ടേക്ക് വരികയാണ്. പക്ഷേ താഴോട്ടേക്ക് വരുന്നതിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ട് ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. We have a planning commission. You've heard of planning commission? പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളെ പദ്ധതി വിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ? പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? Okay. One wing of government says that the poverty level has come down by so much. And another wing of government says it has come down by a different figure. But both agree that poverty level has come down. ആസൂത്രണ കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടില്ലേ? Yes. ആസൂത്രണ കമ്മീഷൻ, ദാറ്റ് ഇസ് കോൾഡ് ആസൂത്രണ കമ്മീഷൻ ഇൻ മലയാളം. Oh, achha. സോ ആസൂത്രണ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ പറയുന്നത് പോവർട്ടി ചിലത് ഇത്ര കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട് ഇത്ര കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ ദാരിദ്ര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. So, poverty level is coming down. There is a line drawn. Below this line, people will be called poor. This line is fixed with reference to the annual income of an individual. ദാരിദ്ര്യ രേഖ, ഈ പട്ടിണി പോവർട്ടി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ആ ലൈൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സങ്കല്പാത്മകമായിരിക്കുന്ന രേഖയാണ്. അതായത് ഇത്രയും ഇൻകം, ഇത്രയും വരുമാനമുള്ള ഒരാളെയാണ് പോവർട്ടി ലൈനിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ മേലെയും താഴെയുമായിട്ടാണ്. This is called the poverty line, the poverty level. Those who are below that poverty level are called really poor people. They are called people who belong to BPL, below poverty line. Earlier, the number of this line was, let us say, here. Now this line has come down here. The debate is whether it has come down here or has come down even lower. And this is a debate going on between, says the level of poverty has declined by X points. Rural development, Gramin Vikas Ministry says it has declined by Y%. But both say that the poverty level has declined. It's only a question of who is right. Both are right about poverty decline. But which of them is more correct is a matter of debate. So, the national poverty line has come down. That is one thing.
ദാരിദ്ര്യത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു സങ്കല്പ രേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രത്യേക ശതമാനം അല്ലെങ്കിൽ നിശ്ചിത തോതിലുള്ള വരുമാനമുള്ള ഒരാളെയാണ്, വരുമാനത്തിൻ്റെ തോതിലാണ് ഈ പോവർട്ടി നിശ്ചയിക്കുന്നത്. അതിൻ്റെ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. അതിൻ്റെ മേലെയാണോ താഴെയാണോ, താഴെ നിൽക്കുന്നവരെ ദരിദ്രർ എന്ന് വിളിക്കും. ദരിദ്രരെ നമ്മളെ നാട്ടിലുണ്ട്, ബിലോ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ BPL കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മളെ ഗ്രാമവികസന വകുപ്പും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മളെ പോവർട്ടി താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷനും പറയുന്നുണ്ട് ദാരിദ്ര്യം താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പറയുന്നു ദാരിദ്ര്യം താഴോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു കണക്കില്ല. അതൊരു ഡിബേറ്റബിൾ ആയിരിക്കുന്ന ഇപ്പോഴും ഒരു ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ കണക്കിൽ എത്തിയിരിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ്. As you said rightly, there are poverty alleviation programs because of which the poverty level has come down. Kerala has implemented these programs very efficiently, which is why the impression that you have. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അല്ലെങ്കിൽ പോവർട്ടി എലിവേഷൻ പരിപാടി എന്ന് പറഞ്ഞിട്ട് കുറേ പരിപാടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിരിക്കും, IRDP, ജവഹർ റോസ്ഗാർ യോജന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പദ്ധതികളുണ്ടായി. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്നൊക്കെ നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ ചിലയിടങ്ങളിൽ വളരെ നന്നാക്കി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഈ പദ്ധതികളെല്ലാം നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. ചില സംസ്ഥാനങ്ങൾ അത് വേണ്ടത്ര ചെയ്യാതെ പോയതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം, ചില സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം കൂടുതലുണ്ട് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? താങ്ക് യു സർ. Very good question. സർ, എൻ്റെ പേര് ശ്രീഷ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ഗവൺമെൻറ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. സർ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 2010 കേരളത്തിൽ നടപ്പിലാക്കിയ SPCയെ പറ്റി മനസ്സിലാക്കി രാജ്യവ്യാപകമായി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ സാറിന് താല്പര്യം എടുത്തുകൂടെ? Sir, she belongs to Calicut. Srisha is her name. She is asking that this project, Student Police Cadet, was initiated in the year 2010. Whether you will take any leadership role in getting implemented in other states, or will you take a lead role in getting propagated this project in other states? Mr. Vijayan is the person who is the nodal officer for this project, aren't you? Yes, sir. He met me. He will answer this question as to what I told him about propagating it. Sir, we have our own limitations, sir, but sir's experience... I told him sir, that this should be propagated throughout the country. There is a conference of police officers. There is a conference of senior police officers, state directors general of police and inspectors general of police. It is held once a year in Delhi. So I asked him that this should be raised in that forum. Also, it should be raised with the Government of India's Home Ministry. And it should also be raised with the Bureau of Police Research and Development. So these are three agencies which should be contacted by Vijayan Saab and the Kerala Police with the request that this excellent project should be followed in other states also. നിരവധി ഏജൻസികളുണ്ട് കേന്ദ്രത്തിൽ. ഒന്ന്, എല്ലാ ഡയറക്ടർ ജനറൽമാരുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കാറുണ്ട്. പിന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ പോലീസ് റിസർച്ചിൻ്റെ ഒരു ഏജൻസി BPRND എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുമെന്നും ഇതൊരു വളരെ വണ്ടർഫുൾ പ്രോജക്റ്റ് എന്നാണ് സാറിൻ്റെ അഭിപ്രായം. We hope that sir also recommend this one. Yes, I shall recommend it. Well, let me say that I spoke to you for some time only because I think that your being members of the State Police Cadet project is an excellent idea, and I wanted to appeal to you to take this project seriously
if you do that, you will be setting an example to your juniors and a very strong foundation for discipline will be laid. And that is important. Friends, I compliment you first on the very disciplined way in which you have been seated here. 2, for the excellent questions that you have raised. 3, of the manner in which you have conducted yourself here. It gives me a great deal of pride in the youngsters of Kerala. Keep it up. Thank you. ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു പ്രോഗ്രാം, അതായത് ഇത്രയും വളരെ നന്നാക്കി പെരുമാറുകയും നല്ല രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതും നല്ലതരം ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ സർവോപരി നിങ്ങൾ ഇവിടെയുള്ള മൊത്തത്തിലുള്ള പെരുമാറ്റമൊക്കെ എന്നെ വളരെയധികം പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ അഭിമാനിക്കേണ്ടതാണ്. കാരണം വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, അച്ചടക്കം എന്നുള്ള. ഇതിൻ്റെ മേലെയാണ് നിങ്ങളിനി ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.